ഞാൻ ക്രിസ്ത്യാനിയാണ് സാർ. കേക്കും ചായക്ക് വേണ്ടി അങ്ങനെ വരണ്ടെന്നൊരു പറഞ്ഞോട്ടെ. അവർക്ക് സ്വാതന്ത്ര്യമില്ല പറയാൻ. അവർക്ക് സ്വാതന്ത്ര്യമില്ല പറയാൻ. നിങ്ങൾക്ക് കേക്ക് വേണോ? നിങ്ങൾക്ക് കേക്ക് വേണമെങ്കിൽ ഞാനിപ്പോ പറയാം. അവർക്ക് പറയാനുള്ള അവകാശമില്ലേ? മെത്രാന്മാർക്ക് പറയാനുള്ള അവകാശമില്ലേ? ബിജെപി സംസ്ഥാന ഇതൊക്കെ പറയുന്നു. അതായത് കന്യാസ്ത്രീകൾക്കൊപ്പമാണ് ഇതൊക്കെ പറയപ്പെടും. ഇവിടുത്തെ സംഘപരിവാർ സംഘടനകൾ പൂർണ്ണമായും ഇതിനെ എതിർത്ത് മതപരിവർത്തനം നടത്താനാണ് അവിടെ എത്തിയത് എന്നുള്ള നിലപാടല്ല രാജീവ് ചന്ദ്രശേഖരന്റെ പോലും വിമർശനം ഞാൻ കണ്ടില്ല. നമ്മുടെ സൈബറാണോ? അതറിയാവോ? സൈബർ കണ്ടിട്ട് പേടിക്കണ്ട. അത് സഹാക്കന്മാരും കോൺഗ്രസ്സുകാരും ഗോവിന്ദൻകുട്ടി രാജീവ് ചന്ദ്രശേഖരന്റെ ഫേസ്ബുക്ക് പോസ്റ്റിനടിയിൽ കമന്റ് ഇട്ടിട്ടുണ്ട്. എനിക്കറിയില്ല, ഞാനത് കണ്ടില്ല. ഇതിൽ മതപരിവർത്തനം നടന്നിട്ടുണ്ടോ ഈ കേസിൽ? ഞാൻ പറഞ്ഞില്ലേ, അതെല്ലാം സബ് ജുഡീസ് ആണ്, കോടതിയിലുള്ള കാര്യമാണ്. അവിടെയല്ല തീരുമാനിക്കേണ്ടത്. ഇല്ലെന്നാണ് ബിജെപി സംസ്ഥാന നേതൃത്വം പറയുന്നത്. മതപരിവർത്തനം നടന്നിട്ടില്ല, മന്ത്രിയാണ്. അല്ല, അത് അല്ലല്ല, അങ്ങനെയല്ല. ദേഷ്യപ്പെടേണ്ടെന്ന്. ഇത് സബ് ജുഡീസ് ആയിട്ടുള്ള കാര്യങ്ങളിൽ മന്ത്രിമാർക്ക് പറയാം. അതൊരു കീഴ്വഴക്കാണ്, നിയമമാണ്. ചന്ദ്രശേഖരൻ ഇത് മതപരിവർത്തനമല്ല എന്ന് വളരെ കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. മന്ത്രിക്ക് അത് വിശ്വാസം. അദ്ദേഹത്തിന് ഉത്തമ ബോധ്യമുള്ളതുകൊണ്ടായിരിക്കും പറഞ്ഞത്. അദ്ദേഹത്തിന് ഉത്തമ ബോധ്യമുള്ളത്. ഞാൻ മന്ത്രി ആയതുകൊണ്ട് ഈ കേസിനെ, പ്രത്യേകിച്ച് ഈ കന്യാസ്ത്രീകൾക്കെതിരായിട്ടുള്ള കേസായതുകൊണ്ട് അവരെ ബാധിക്കാം. ഒരു മന്ത്രി പക്ഷം പിടിച്ചു പറഞ്ഞു എന്ന് പറഞ്ഞാൽ കോടതി വലിയ വിഷയമാണ്. അവിടെ തകർക്കട, അവന് അവിടെ തകർത്തിട്ടിട്ട് ഇവിടെ തകർത്തോ, യുദ്ധമേ മറ്റേ ഇവിടെ തകർത്തിക്കോ, മറ്റേ അങ്ങോട്ട് തകർക്കാൻ പറഞ്ഞ ചാനലല്ലേ. അതുകൊണ്ട് നിങ്ങൾ എന്ത് വേണേലും തകർത്തോ, ഒരു കുഴപ്പമില്ല. യുദ്ധത്തിൽ നിങ്ങൾ ജയിച്ചവരാണ്. പാകിസ്ഥാനെ നിങ്ങൾ തോപ്പിച്ച് ശരിയാ. എത്ര അല്ലല്ല, അത് നിക്ക് എത്ര ഇതായി ഇത് പറയാൻ ഇത് പാടില്ല എന്ന് പറഞ്ഞു. ഇങ്ങനെയുള്ളതൊന്നും ചോദിക്കരുത്. നിങ്ങൾ എത്ര പോർട്ടുകൾ തകർത്തു? എത്ര പോർട്ടുകൾ പാകിസ്ഥാന്റെ നിങ്ങൾ തകർത്തു? ഇന്ത്യ ഗവൺമെന്റ് നയമായിരുന്നോ? അങ്ങനെയുള്ളവർ ഇങ്ങനെയുള്ള ചോദ്യമൊന്നും ചോദിക്കരുത്. കാരണം തിരിച്ചു വരും, ചോദ്യം തിരിച്ചു വരും. നിങ്ങൾ മാധ്യമങ്ങളെ തകർത്തുകൊണ്ടിരിക്കുകയാണ്. 3-ാം സ്ഥാനം അവർ 3-ാം സ്ഥാനത്ത് പോയി. 94 അവർക്ക്. അപ്പൊ 94 താഴോട്ടാണ് ഇപ്പൊ പോകുന്നത്. ഇപ്പൊ 3-ാം സ്ഥാനം 80. ഇനി 80 താഴോട്ടായിരിക്കും പോകുന്നത്. അപ്പൊ അതുകൊണ്ട് ഇതാ പറയുന്നത്, ഇതുണ്ടല്ലോ, ഇത് ചോദിച്ചു പോകും. ഈ ബൈറ്റിന്റെ സമയത്ത് ഇത് ചോദിക്കരുത്. കാരണം വർഷങ്ങളായി ഞാൻ അധികം മാധ്യമങ്ങളൊന്നും എന്നെ അറിയാലെങ്കിലും ഈ പണി തുടങ്ങിയിട്ട് വർഷങ്ങളായി. മറുപടി കിട്ടിയില്ല. അതായത് അനൂപ് ആന്റണി അന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത് ഈ ജാമ്യാപേക്ഷ സർക്കാർ എതിർക്കില്ല എന്നല്ല, പക്ഷെ സർക്കാർ അത് എതിർത്താണെന്ന് സംസാരിച്ചത്. അതായത് അനൂപ് ആന്റണി സന്ദർശനത്തോട് യാതൊരു ഗുണവും ഉണ്ടായില്ല എന്നതിന്റെ അർത്ഥം അല്ലല്ല. പ്രോസിക്യൂഷനെ സമയമെടുത്തോളം അവർ മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾ അത് വ്യക്തമായിരിക്കണം. സർക്കാരല്ലത്, പ്രോസിക്യൂഷനാണ്. അപ്പോൾ അവർ ഉന്നയിക്കുന്ന കാര്യം ഇത് ഈ കോടതിക്ക് പരിഗണിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. അല്ല എങ്കിൽ ആ കോടതിയുടെ വിധിയെ ആരെങ്കിലും ചോദ്യം ചെയ്ത് മോളിൽ പോയിട്ട് നേരെ തിരിച്ചു വന്നു കഴിഞ്ഞാൽ പ്രോസിക്യൂഷൻ ആൻസറബിൾ ആണ്. അതുകൊണ്ടാണ് അതൊരു നിയമപരമായിട്ടുള്ള സാങ്കേതികത്വമാണ്. അതായത് അനൂപ് ആന്റണിയെ പ്രോസിക്യൂഷൻ വിചാരണ ചെയ്തിട്ടൊന്നുമില്ല. അനൂപ് ആന്റണി തീർച്ചയായിട്ടും അതിനുവേണ്ടിയുള്ള ശ്രമം നടക്കുന്നുണ്ട്. അത് വേറെ ആരെങ്കിലും നടത്തുന്നുണ്ടോ? ഞാനൊന്ന് ചോദിക്കട്ടെ, വേറെ ആരെങ്കിലും ആത്മാർത്ഥമായിട്ട് നടത്തുന്നുണ്ടോ? ബിജെപി അല്ലാതെ ആരെങ്കിലും? ബിജെപി പിടിച്ച് അകത്തിട്ടിട്ട് ബിജെപി അല്ല പിടിച്ച് പുറത്തിട്ടത്, അകത്തിട്ടത്. അവിടെ കുട്ടികളെ ഒറ്റയ്ക്ക് കണ്ടപ്പോൾ ഒരു TT-യാണ് പോലീസുകാരോട് പറഞ്ഞു ഇവരെ ഒന്ന് ശ്രദ്ധിക്കാൻ. ഇവിടെയാണെങ്കിൽ നിങ്ങളങ്ങനെ അപ്പോഴേ ഇതാ 3 പെൺകുട്ടികൾ ആരുമില്ലാതെ വരുന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ കൊടുക്കില്ല. അവർ വിളിച്ചു, അവരുടെ മാതാപിതാക്കളെ വിളിച്ചു, ഒരു കുഴപ്പവുമില്ല, കന്യാസ്ത്രീകളുടെ കൂടെ ഞങ്ങൾ വിട്ടതാണെന്ന് പറഞ്ഞു. അപ്പൊ TT-ക്ക് അത് കേൾക്കണ്ടേ? നിങ്ങൾ എവിടെ ഉണ്ടായിരുന്നോ? നേരിട്ട് ഒഫീഷ്യലായിട്ട് ഞാൻ വരുത്തി. എങ്ങനെ ഒഫീഷ്യലായിട്ട് കാര്യങ്ങൾ സൗണ്ട് ബൈറ്റ്, ആ കുട്ടികളുടെ ബൈറ്റ് സൗണ്ട് ബൈറ്റ് എപ്പോഴാണ് കിട്ടിയത്?
ആ കുട്ടികൾ തന്നെ പറയുന്നു ഞങ്ങൾ 5 വർഷമായി ക്രിസ്ത്യാനികളാണ്. ആ കുട്ടികൾ ഹിന്ദി ബൈറ്റ് കൊടുക്കുന്നുണ്ട്. ആദ്യം റിപ്പോർട്ട് ചെയ്യുന്ന റിപ്പോർട്ടർ ഇപ്പൊ പറയും എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ പറ. എങ്ങനെ എന്താ സംഭവിച്ചത് നിങ്ങൾക്ക് അറിയാലോ. കുട്ടികൾ പറഞ്ഞു ഞങ്ങൾ 5 വർഷമായി ക്രിസ്ത്യാനികളാണ്. അതല്ലല്ലോ നിങ്ങൾ ചോദിച്ചത്. ഏതാ ആരാ പിടിച്ചതെന്നല്ലേ ചോദിച്ചത്? BJP സർക്കാർ. പിന്നെ ആരാ പിടിച്ചത്? ഇത് അവിടുത്തെ ഉദ്യോഗസ്ഥരല്ലേ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അങ്ങനെ പറഞ്ഞു. പിന്നെ എന്തിനാണ് ഇവിടെ ഒരു പോലീസ് മർദ്ദനമൊക്കെ ഉണ്ടാകുമ്പോൾ ഇവിടെ ഒരു പോലീസ് മർദ്ദനം ഉണ്ടാകുമ്പോൾ ആഭ്യന്തരമന്ത്രി രാജിവെക്കണം, മുഖ്യമന്ത്രി രാജിവെക്കണം എന്ന് പറയുന്നത് പിന്നെ എന്തിനാണ്? CPM-ന്റെ അത് കൊടുത്തോ? റെയിൽവേയുടെ റിപ്പോർട്ടർ കൊടുത്തോ? എത്ര തകർത്തവരാണ് നിങ്ങൾ? ഇനി മന്ത്രി പറയുന്ന വാക്ക് ശരിയാണെങ്കിൽ TT ആണെങ്കിൽ റിപ്പോർട്ടർ ചാനൽ എന്ന് പറയുന്നത് ആദ്യം കൊടുക്കുന്നതാണ്. പല പോർട്ടുകളും തകർത്തതാണ്. എന്നെ തകർത്തു. പറഞ്ഞു BJP സഭകളുടെ ബന്ധം ഇത് മോശപ്പെടുന്നു. ഈ ഒരു സംഭവം കേരളത്തിലെ സഭകളും BJP-യുടെ ബന്ധത്തിൽ എന്തെങ്കിലും അല്ലല്ല, ഇപ്പോഴല്ല ഞാൻ പറയുന്നത്. ഇതിന്റെ സംഭവ വികാസങ്ങളുണ്ടല്ലോ. ഞങ്ങള് എത്രമാത്രം ബോധ്യപ്പെടുത്തുന്നു, എങ്ങനെയാണ് ജനങ്ങൾ റിയാക്ട് ചെയ്യുന്നത്. ഇപ്പം മണിപ്പൂര് വിഷയം വന്നു, ഞങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തി. ക്രിസ്ത്യൻ സമൂഹത്തിൽ നിന്ന് കിട്ടി, വോട്ട് കിട്ടി. അല്ലായിരുന്നു എത്രയും കിട്ടില്ല. ഇവിടെയാണ് ഞങ്ങൾ ടെസ്റ്റ് ചെയ്യപ്പെടുന്നത്. ജനങ്ങളല്ലാതെ മാധ്യമങ്ങൾ വരായിരുന്നു. ഇത് എങ്ങനെ ബോധ്യപ്പെടുത്താൻ സാധിക്കും? ഒരു വിഷയം ഉണ്ടായിരിക്കുന്നു. എങ്ങനെ ബോധ്യപ്പെടുത്താൻ സാധിക്കും എന്നതിൻ്റെ അടിസ്ഥാനം അതാണ് ഇപ്പം പറ്റിയത്. മണിപ്പൂരിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ ബോധ്യപ്പെടുത്തി ജനങ്ങൾ. ഇവിടെ തുടങ്ങിയിട്ടേ ഉള്ളൂ. കാരണം ഇങ്ങനെ നിങ്ങളെതിർക്കും, മാധ്യമങ്ങളെതിർക്കും. BJP പരാജയപ്പെട്ടു, അല്ലെങ്കിൽ മണിപ്പൂരിൽ തകർത്തു എന്നൊക്കെയായിരുന്നു. പക്ഷേ അത് ക്രിസ്ത്യാനികളെ ബോധ്യപ്പെടുത്തിയത് കൊണ്ടാണ് നെഗറ്റീവായിട്ടുള്ളൊരു കാര്യം പോസിറ്റീവായി. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല. അത് ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ളതാണ്. ഞങ്ങൾ ബോധ്യപ്പെടുത്തേണ്ട ഇതാണ്, ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടത്. ഒരു കാര്യം കൂടി, കഴിഞ്ഞ ദിവസം BJP സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞത് മനുഷ്യക്കടത്തിനും അതുപോലെ തന്നെ മതപരോധത്തിനും കേസെടുത്തത് തെറ്റിദ്ധാരണ കൊണ്ടാണ്. അത് അവിടെ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയെ അത് ബോധ്യപ്പെടുത്തി എന്നതാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞത്. പക്ഷെ എന്തുകൊണ്ട് വീണ്ടും കേസ് മുന്നോട്ട് പോകുന്നത്? എന്തുകൊണ്ട് ആ കേസ് പിൻവലിക്കുന്നില്ല? അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് അത് കഴിയുന്നില്ല? എന്താ ചോദിച്ചതല്ലേ? എന്താ ചോദിച്ചതിന് ഇങ്ങനെ തിരിച്ചിട്ട് മറിച്ച് ഇങ്ങനെ സംസ്ഥാനത്തിന് പുറത്ത് പല സംസ്ഥാനങ്ങളും നിർബന്ധിത മതപരിവർത്തനം നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിന്റെ ആയിരിക്കും അവിടെ നടന്നിട്ടുണ്ടാവുക. ഈ രാജ്യത്ത് അല്ലല്ല, അത് ഇത് രാജ്യത്തെ എല്ലാവർക്കും തന്നെ ബോധ്യപ്പെട്ടിട്ടുണ്ട്. മുഖ്യധാര ചർച്ചകൾ, സഭകൾ മതപരിവർത്തനം നടത്തുന്നില്ല എന്നുള്ള കാര്യം അത് ബോധ്യപ്പെടുത്താനും BJP ശ്രമിക്കുന്നുണ്ട്. ഞങ്ങളൊരു പരിധി വരെയും ഞങ്ങളത് ചെയ്തിട്ട് അതുപോലെ ഇതുണ്ടല്ലോ നമ്മുടെ ന്യൂ ജനറേഷൻ ചർച്ചസ്, അവർ തന്നെ പറയുന്നുണ്ട്. അവരുടെ അവകാശമാണ് എന്ന് പറയുന്നുണ്ട്. കത്തോലിക്ക സഭ പോലെയുള്ള നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട ചർച്ച് പോലെയുള്ളത് മതപരിവർത്തനം നടത്തുന്നില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അത് നോർത്തിന് കാരണം തിരിച്ചറിയാൻ പറ്റില്ല അവർക്ക്. ന്യൂ ജനറേഷനും അതുപോലെ മുഖ്യധാര ചർച്ചകളെയും തിരിച്ചറിയാനായിട്ട് ആൾക്കാർക്ക് സാധിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ബോധ്യപ്പെടുത്താനുള്ള ശ്രമം ഞങ്ങളുടെ ഭാഗത്തുനിന്ന് നടക്കുന്നുണ്ട്. പക്ഷേ അത് വളരെ കോംപ്ലിക്കേറ്റഡായി. ഞങ്ങൾ ഒരു പരിധി വരെയും. പക്ഷേ നേരത്തെ ഡ്രസ്സ് അനുസരിച്ച് പറ്റുമായിരുന്നു. ഇപ്പം ഡ്രസ്സ് എല്ലാം ഒരുപോലെയായി. മെത്രാന്മാരെന്നുള്ളത് ഇപ്പം അവരും മെത്രാന്മാരാകുന്നുണ്ട് ന്യൂ ജനറേഷൻ. ഇപ്പം അതുകൊണ്ട് ഓരോ വിഷയങ്ങളിൽ നമ്മൾ ഇടപെട്ടിട്ട് ബോധ്യപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അതായത് മുഖ്യധാര അല്ലാത്ത ക്രൈസ്തവ സമൂഹം കൺവെർട്ട് നടത്തുന്നുണ്ട്. ഞാനെന്തായാലും പറഞ്ഞു ഞാൻ പറയുന്ന അവര് പറയുന്നുണ്ട് ന്യൂ ജനറേഷൻ ചർച്ചസ് പറയുന്നുണ്ട് അവർ കൺവെർട്ട് ചെയ്യുന്നുണ്ടെന്നുള്ളത്. അത് ജനങ്ങള് കേരളത്തിലെ ക്രിസ്ത്യാനികൾ അത് തീരുമാനിക്കട്ടെ. കേരളത്തിലെ 90% കേരളത്തിലെ ക്രിസ്ത്യാനികൾ പറയട്ടെന്ന് ഞാനല്ല പറയേണ്ടത്. മുഖ്യധാര നടത്തുന്നില്ലെങ്കിൽ അതെ കേരളത്തിലെ അല്ലെ നിങ്ങള് ഇത് ഇംഗ്ലീഷ് കൊടുക്കുന്നുണ്ടോ? ഇംഗ്ലീഷ് പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ഇവിടെ അത് കേരളത്തിലെ ക്രിസ്ത്യാനികൾ തീരുമാനിക്കട്ടെ മതപരിവർത്തനം വേണമോ എന്നുള്ളത് കേരളത്തിലെ ക്രിസ്ത്യാനികൾ തീരുമാനിക്കട്ടെ. ഞാൻ പറയാനുള്ളത് പറഞ്ഞു.
അല്ല മിസ്റ്റർ സംഘപരിവാർ പല നേതാക്കളും പറയുന്നത് ദേശീയ തലത്തിലും ഞാൻ മനോരമ ന്യൂസ് പറയുന്നത് ഇപ്പൊ ആരെയാ വേണ്ടത്? അല്ല മിനിസ്റ്റർക്ക് ആരെയാ വേണ്ടത്? ഏത് പത്രത്തെയാ? ഒറ്റക്കൊറ്റക്ക് ബൈറ്റ് കൊടുക്കേണ്ട അവസ്ഥയാണ്. ഒരു ചാനലിന്റെ മൈക്ക് നോക്കിയിട്ട് അത് വേണം, അത് വേണം. അതായത് ഇത് നിങ്ങൾ വേറൊന്നുകൊണ്ടല്ല, ഇത് ഞങ്ങൾക്ക് ആവശ്യമുള്ള, ജനങ്ങൾക്ക് ആവശ്യമുള്ളതാണ് മാധ്യമം. നിങ്ങൾ മത്സരിച്ചിട്ട് നശിപ്പിക്കാനുള്ളതല്ല. അതുകൊണ്ടാ പറഞ്ഞത് കള്ളത്തരം പറഞ്ഞിട്ടേ അത് നിങ്ങളിവിടെ പ്രത്യേകം അല്ല പറയാം. മിനിസ്റ്റർക്ക് ആ കുട്ടി ഹിന്ദിയിൽ പറഞ്ഞത് കേൾക്കണം. ഞാനിത് ഇത് പറഞ്ഞത് നിങ്ങളുടെ മുതലാളിയോട് പറയോ? മിനിസ്റ്റർക്ക് കേൾക്കണം. അല്ല, ഞാൻ പറയുന്നത് ഈ രാജ്യത്തിന് വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടി, ഈ പത്രസ്വാതന്ത്ര്യത്തിന് വേണ്ടി ഇത് പറഞ്ഞു എന്ന് നിങ്ങളുടെ മുതലാളിയോട് പറയോ? മുതലാളി ഇത് കേൾക്കുന്നുണ്ടോ? എല്ലാരും പറയും. സാറേ, ഇന്നൊരു വിവാദം വേണം. ഈ കഴിഞ്ഞ ദിവസം പാലക്കാട് വെച്ചിട്ട് ഒരു പയ്യൻ, എനിക്ക് ഉറക്കം വന്നില്ല, അയാൾ ചോദിച്ചപ്പോഴത്തേക്കും കുഴഞ്ഞു പോയി. അവിടുന്ന് പറഞ്ഞു വിട്ടത് കള്ളി വിളി വിട്ടു. അപ്പം ഞാൻ തുറന്നു ചോദിച്ചു. അയാളുടെ കരച്ചിൽ അങ്ങ് മാറി നിന്ന് കരയുന്ന കണ്ടിട്ട് എനിക്ക് രാത്രി ഉറക്കം വന്നില്ല. ഈ പത്ര മുതലാളിമാരെ നിങ്ങളെ ചൂഷണം ചെയ്യുക, അത് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഇപ്പൊ ഇങ്ങനെ ബിജെപി ഒരു സംഘടന തുടങ്ങിയോ അല്ലെങ്കിൽ സമരമൊക്കെ ഇറങ്ങുമോ? അത് നിങ്ങളുടെ മുതലാളിയോട് പറഞ്ഞാൽ മതി. പുള്ളി ശക്തനല്ലേ? എന്താ എല്ലാരും കൂടെ നിങ്ങളുടെ അതല്ല ഇതിനകത്ത് മതപരിവർത്തനം നടന്നിട്ടില്ല. എല്ലാ മുതലാളിമാരും ഇവരുടെ മുതലാളിയുടെ കൂടെ കൂടും. ഒരു കുഴപ്പമില്ല. നിങ്ങളോടല്ല കേട്ടോ പത്രപ്രവർത്തനം, നിങ്ങളോട് എനിക്ക് സഹതാപം എന്ന രീതിയിൽ നിങ്ങളോട് സഹതാപമുണ്ട്. മതപരിവർത്തനം നടന്നിട്ടില്ല. മുതലാളിമാര് ഇത് കൂട്ടാൻ വേണ്ടി ശ്രമിക്കുകയാണ്. കണ്ടില്ല ഇങ്ങനെ പടവലങ്ങ പോലെ റേറ്റിംഗ്. ഒരു മിനിറ്റ്, മതപരിവർത്തനം നടന്നിട്ടില്ലെന്നും ഞങ്ങൾ ക്രിസ്ത്യാനികളാണെന്നും ആ പെൺകുട്ടികൾ പറയുന്നതാണ്. മിസ്റ്റർ ഹിന്ദി അറിയാലോ? ഹിന്ദി കേൾക്കണം.